അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 25-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. പൗലോസിന് വിരോധമായി പൗലോസിനെ വഴിയിൽ വെച്ച് കൊന്നുകളയുവാൻ പതിയിരിപ്പുകാരെ നിർത്തിയിരിക്കുന്ന സമൂഹത്തിനോട് മുമ്പിൽ ഫെസ്തോസ് പറയുന്ന ഒരു വാചകമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ അവരെ പതിയിരിപ്പുകാരനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ വന്ന് ആ മനുഷ്യന്റെ നേരെ അന്യായം ഉന്നയിക്കണം. അവിടുത്തെ പദപ്രയോഗം പ്രാപ്തിയുള്ളവർ. നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? പൗലോസിനെ വഴിയിൽ വെച്ച് ഉപായത്തിൽ കൊല്ലാൻ പ്രാപ്തിയുള്ളവരുണ്ടാകാം. പക്ഷേ ആശയത്തെ ആശയം കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. ആശയത്തെ വൈകാരികമായി ഇടപെടാതെ നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ, നിങ്ങളിൽ പ്രാപ്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യനെതിരെ അന്യായം ബോധിപ്പിക്കുക. പക്ഷെ പലപ്പോഴും ആശയങ്ങൾ ദാരിദ്ര്യം സംഭവിക്കുകയാണ്. ക്രിസ്തു മാർഗത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് കാര്യഗൗരവമായി ഒന്നും പറയാനില്ലാത്ത സിറ്റുവേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയുടെ ആത്മാവിൽ മറുപടി പറയാൻ എപ്പോഴും നമ്മൾ ഒരുങ്ങി പ്രാപ്തരായിരിക്കണം. നമ്മുടെ പ്രാപ്തി മറ്റുള്ളവർ കാണണം. ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടണം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ.